നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പാമ്പാടി റബ്കോ മാട്രസ് യൂണിറ്റിൽ തൊഴിലാളി സമരം. 2.5 മാസത്തോളമായി ശമ്പളമില്ല. സമരം നടക്കുന്നത് സഹകരണ മന്ത്രിയുടെ നാട്ടിലെ സഹകരണ സ്ഥാപനത്തിൽ. പാലാ പയപ്പാറിൽ ലോറി തെങ്ങിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് അപകടം. ഡ്രൈവർ ചിങ്ങവനം സ്വദേശി ചാക്കോ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ചിങ്ങവനം FCI ഗോഡൌണിൽ നിന്നും പോയ ലോറി. കാഞ്ഞിരം മലരിക്കൽ റോഡ് നവീകരണത്തിന് തുടക്കം. നവീകരണം 5 കോടി രൂപ മുടക്കി. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. വാർത്തകൾ വിശദമായി. സഹകരണ മന്ത്രിയുടെ നാട്ടിൽ സഹകരണ സ്ഥാപനത്തിൽ ശമ്പളം മുടങ്ങിയതിനെതിരെ തൊഴിലാളികൾ സമരത്തിൽ. പാമ്പാടി റബ്കോ മാട്രസ് യൂണിറ്റിലാണ് 2.5 മാസമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളം നൽകാത്തതിനെതിരെ CITU സമരം നടത്തുന്നത്. സഹകരണ സ്ഥാപനമായ പാമ്പാടി റെബ്കോയിൽ തൊഴിലാളി സമരം തുടങ്ങി. കഴിഞ്ഞ 76 ദിവസമായി ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ജോലി ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരം. റെബ്കോയിലെ ഏക അംഗീകൃത തൊഴിലാളി സംഘടനയായ CITUവിന്റെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ പണിമുടക്ക് സമരം ആരംഭിച്ചത്. മെയിനായിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടാൻ കഴിഞ്ഞ നവംബർ മാസം മുതൽ ശമ്പളം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പലതവണ ഓഫീസുകളിൽ കയറി നവകേരള സദസ്സിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പം ഞങ്ങൾ ശമ്പളം അവർ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1-ാം തീയതിയാണെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ നവംബർ മാസത്തെ ശമ്പളമാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പം PFൻ്റെ കാര്യത്തിനായാലും PF 2019 നവംബർ മാസമാണ് ഞങ്ങൾക്ക് ലാസ്റ്റ് അടച്ചിരിക്കുന്നത്. എല്ലാ മാസവും ഞങ്ങൾ ശമ്പളത്തിൽ ഈ പൈസ പിടിക്കുന്നുമുണ്ട്. PF ഓഫീസിൽ ഈ പൈസ അടയ്ക്കുന്നുമില്ല. ഫാക്ടറി കവാടത്തിൽ കുത്തിയിരുന്ന തൊഴിലാളികൾ കങ്ങഴ പൂതക്കുഴി റോഡും ഉപരോധിച്ചു. ശമ്പളം മുടങ്ങിയത് ചൂണ്ടിക്കാട്ടി നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് തൊഴിലാളികൾ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിനുശേഷവും നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് സ്ത്രീകളടക്കമുള്ള സമരക്കാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാലാ പയപ്പാറിൽ ലോറി നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലും തെങ്ങിലും ഇടിച്ച് ഡ്രൈവർ മരിച്ചു. ചിങ്ങവനം സ്വദേശി ചാക്കോയാണ് മരിച്ചത്. ചിങ്ങവനത്തെ FCI ഗോഡൌണിൽ നിന്നും അറക്കുളത്തേക്ക് അരിയുമായി പോകുകയായിരുന്നു ലോറി. പാലാ പയപ്പാറിൽ നിയന്ത്രണം വിട്ട ലോറി തെങ്ങിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് ഡ്രൈവർ മരിച്ചു. ചിങ്ങവനം ചാന്നാനിക്കാട് പ്ലാപ്പറമ്പിൽ ചാക്കോയാണ് മരിച്ചത്. ചിങ്ങവനം FCI ഗോഡൌണിൽ നിന്നും അരിയുമായി അറക്കുളത്തേക്ക് പോകുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടം. മഞ്ഞക്കുന്നേൽ മാത്തുക്കുട്ടിയുടെ വീടിന്റെ മതിലും അപകടത്തിൽ തകർന്നു. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നുപോയി. നാട്ടുകാരും പോലീസും ചേർന്ന് ഡ്രൈവറെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, പാലാ. കാഞ്ഞിരം മലരിക്കൽ റോഡ് നവീകരണത്തിന് തുടക്കമായി. 5 കോടി രൂപ മുടക്കിയാണ് റോഡ് നവീകരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നവീകരണ ജോലികൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. നബാർഡിൽ നിന്നുള്ള സഹായത്തോടെ 5 കോടി രൂപ മുടക്കി നവീകരിക്കുന്ന കാഞ്ഞിരം മലരിക്കൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ വികസന മേഖലയിലെ മുന്നേറ്റത്തിന്റെ പ്രധാന കാരണം പശ്ചാത്തല സൗകര്യങ്ങളിലെ വികസനമാണെന്നും LDF സർക്കാർ വന്നതിന് ശേഷം അടിസ്ഥാന മേഖലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം വികസന മേഖലയിൽ വലിയ കുതിപ്പ് സൃഷ്ടിക്കുന്ന കാലമാണിത്. നമ്മുടെ മുന്നേറ്റം ലോകത്തിന് തന്നെ മാതൃകയായി മാറുന്നതാണ്. എല്ലാ മേഖലയിലും നമ്മൾ രാജ്യത്ത് ആദ്യ സ്ഥാനക്കാരായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കേരളത്തിൻ്റെ വികസന രംഗത്തെ കുതിപ്പിന് അടിസ്ഥാനമാകുന്ന ഒരു കാര്യം നമ്മുടെ പശ്ചാത്തല മേഖലയുടെ വികസനമാണ്. പശ്ചാത്തല വികസന മേഖലയുടെ റോഡുകൾ, പാലങ്ങൾ തുടങ്ങി ഓരോ രംഗത്തും നമുക്ക് മുന്നേറ്റം സാധ്യമാക്കാൻ കഴിയുന്നുണ്ട്. കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ നേർക്കാഴ്ചയാണിത്. എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാഞ്ഞിരം മലരിക്കൽ റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളും തുറക്കുമെന്ന് കാഞ്ഞിരത്ത് നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാതകളെല്ലാം BM&BC നിലവാരത്തിൽ നിർമ്മിക്കാൻ സാധിച്ചെന്നും പഞ്ചായത്ത് റോഡുകൾ മാത്രമാണ് ഇനി ഈ നിലവാരത്തിൽ പൂർത്തീകരിക്കാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഈ റോഡ് ഏറ്റവും മനോഹരമായി തീരുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിന്റെ പശ്ചാത്തല വികസന സൗകര്യം യാഥാർത്ഥ്യമാകുകയാണ്. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളും നമുക്കിവിടെ ഉയർന്നു വരികയാണ്. ആ കൂട്ടത്തിൽ മറ്റൊരു റോഡ് കൂടി ഇപ്പൊ യാഥാർത്ഥ്യമാകുന്നത് പ്രസിഡന്റോട് സൂചിപ്പിച്ചു. അത് സാങ്കേതിക അനുമതിക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 2 കോടി രൂപ. അത് റീബിൽഡ് കേരളയിൽപ്പെടുത്തിയാണ് ആ ഫണ്ട് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട പാതകളെല്ലാം ഈ കാലഘട്ടത്തിൽ BMBC നിലവാരത്തിൽ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു.
സംസ്ഥാന ത്രോബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച കാഞ്ഞിരം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ VM ഹർദീൻ അഹമ്മദ്, ആൽബിൻ ജെയിംസ്, ആസിഫ് നവാസ്, MR വസുദേവ്, സംസ്ഥാന ടെന്നിക്കോട്ട് മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ ഹരികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. തോമസ് ചാഴികാടൻ MP മുഖ്യപ്രഭാഷണം നടത്തി. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ K. മേനോൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി പ്രസാദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TC രാജേഷ്, KR അജയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എലിക്കുളം പഞ്ചായത്ത് ഇനി ലേണിംഗ് സെന്റർ. എലിക്കുളത്തെ ലേണിംഗ് സെന്റർ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പഞ്ചായത്തുകൾക്ക് മാതൃകാ പരിശീലനം നടത്തുന്ന ലേണിംഗ് സെന്ററായി എലിക്കുളം പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. 70 പഞ്ചായത്തുകളാണ് ലേണിംഗ് സെന്ററുകളായി സംസ്ഥാനത്ത് ആകെയുള്ളത്. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ പഞ്ചായത്തുകളാണ് ലേണിംഗ് സെന്ററുകളായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. കിലയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന തലത്തിൽ ലേണിംഗ് സെന്ററുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇവിടെ നടക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കും. പ്രാദേശിക കലാപരിപാടികൾ, പ്രാദേശിക വിനോദസഞ്ചാരം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം അതിരമ്പുഴ സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് ഈ മാസം 19-ന് തുടക്കമാകും. 24-ാം തീയതി നഗരപ്രദക്ഷിണവും 25-ന് 22 വിശുദ്ധരുടെ രൂപങ്ങളുമായി പകൽ പ്രദക്ഷിണവും നടക്കും. 9ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ കത്തോലിക്ക ദേവാലയമാണ് അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയം. എല്ലാ വർഷവും ജനുവരി 19 മുതൽ ഫെബ്രുവരി 1 വരെ അതിരമ്പുഴ തിരുനാൾ എന്ന പേരിൽ നടക്കുന്ന പ്രസിദ്ധമായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിൽ അനേകായിരങ്ങളാണ് പങ്കെടുക്കുന്നത്. 19-ാം തീയതി കൊടി കയറുന്നതോടെ ആരംഭിക്കുന്ന തിരുനാളിന്റെ പ്രധാന ചടങ്ങുകൾ 24, 25, 26 തീയതികളിൽ നടക്കും. തിരുനാൾ ദിനങ്ങളിൽ 4 പിതാക്കന്മാരുടെയും 90-ലധികം വൈദികരുടെയും കാർമ്മികത്വത്തിലാണ് തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. 24-ാം തീയതി നടക്കുന്ന നഗരപ്രദക്ഷിണവും 25-ാം തീയതി 22 വിശുദ്ധരുടെ രൂപങ്ങളുമായി നടക്കുന്ന പകൽ പ്രദക്ഷിണവും ആണ് പ്രധാന പ്രദക്ഷിണങ്ങൾ. വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. പ്രദക്ഷിണങ്ങൾ വിവിധ തരത്തിലുള്ള പ്രദക്ഷിണങ്ങളാണ് ഉള്ളത്. കഴുന്ന പ്രദക്ഷിണങ്ങൾ, നഗരപ്രദക്ഷിണങ്ങൾ, പകൽ പ്രദക്ഷിണം തുടങ്ങിയ പ്രദക്ഷിണങ്ങൾ, വിവിധങ്ങളായ തലങ്ങളിലുള്ള പ്രദക്ഷിണങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഉണ്ട്. മാത്രമല്ല, ആളുകളുടെ മാനസികമായ ഉല്ലാസം ലക്ഷ്യം വെച്ചുകൊണ്ട് കലാപരിപാടികൾ, 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളും ഇതിനോട് അനുബന്ധിച്ച് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. പള്ളി മൈതാനത്ത് താൽക്കാലികമായി ക്രമീകരിച്ചിരിക്കുന്ന കച്ചവടങ്ങളും അമ്യൂസ്മെന്റ് പാർക്കും വിവിധങ്ങളായ ട്രൂപ്പുകളുടെ ഗാനമേളകളും വെടിക്കെട്ടും തിരുനാൾ ആഘോഷത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി കോട്ടയത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും കൃത്യമായി ധരിച്ചവർക്ക് ഉദ്യോഗസ്ഥർ മിഠായി നൽകിയാണ് യാത്രയാക്കിയത്. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി കോട്ടയം ടൗണിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസും വാഹന പരിശോധനയും. നമ്മുടെ നിരത്തുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഹനയാത്രക്കാർക്കായി ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നത്. ഇരുചക്ര വാഹനങ്ങളിലെത്തിയവർക്ക് കൃത്യമായി ഹെൽമറ്റ് ധരിക്കേണ്ട വിധവും ആവശ്യകതയും ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊടുത്തു. കൃത്യമായി ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിച്ചവർക്കായി മധുരവും വിതരണം ചെയ്തു. നാഗമ്പടത്തായിരുന്നു രാവിലെ പരിശോധന. വരും ദിവസങ്ങളിലും ബോധവൽക്കരണ പരിപാടികൾ തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശിവഗിരി തീർത്ഥാടനത്തിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ വിജയത്തിനുതകുന്നതെന്ന് ജോസ് കെ മാണി MP. മീനച്ചിൽ SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശിവഗിരി തീർത്ഥാടന പദയാത്രയിൽ പങ്കെടുത്തവരെ അനുമോദിക്കുകയായിരുന്നു MP. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് SNDP യോഗം മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ 9ാമത് തീർത്ഥാടന പദയാത്രയിൽ മുഴുവൻ ദിവസങ്ങളിൽ പങ്കെടുത്ത എല്ലാ പദയാത്രികരെയും യൂണിയന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന അനുഭവങ്ങൾ ജീവിത വിജയത്തിനുതകുന്നതാണെന്നും അറിവിന്റെ മഹത്തായ ഒരു പ്രവാഹമാണ് ഈ തീർത്ഥാടനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ പ്രസംഗിച്ചപ്പോൾ 15 മാസം മാത്രം പ്രായമുള്ള നാണുക്കുട്ടൻ അടക്കം, അതോടൊപ്പം തന്നെ 89 വയസ്സുള്ള ദേവകിയമ്മ അടക്കമുള്ളവർ ഈ പദയാത്രയിൽ മുഴുവൻ സമയം പങ്കെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതിനകത്ത് പ്രായം ഒരു പ്രശ്നമല്ല. യോഗത്തിൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നേൽ അധ്യക്ഷനായി. വൈസ് ചെയർമാൻ സജീവ് വയല, ഷാജി തലനാട്, CT രാജൻ, അനീഷ് പുല്ലുവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്
പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ദിവസവേതന വ്യവസ്ഥയിലാണ് നിയമനം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ, ബയോഡേറ്റ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി ജനുവരി 18 രാവിലെ 11 മണിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.rit.ac.in, ഫോൺ 048125065153. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംരംഭമായ അസാപ് കേരള കോട്ടയം പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെച്ച് ജനുവരി 20, 21 തീയതികളിൽ ക്രിയേറ്റേഴ്സ് സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 3 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യയിലെ ബാലപാഠങ്ങൾ രസകരമായ പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ ക്യാമ്പിൽ പരിശീലിപ്പിക്കും. വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 8921636122 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാമ്പാടി റബ്കോ മാട്രസ് യൂണിറ്റിൽ തൊഴിലാളി സമരം. 2.5 മാസത്തോളമായി ശമ്പളമില്ല. സമരം നടക്കുന്നത് സഹകരണ മന്ത്രിയുടെ നാട്ടിലെ സഹകരണ സ്ഥാപനത്തിൽ. പാലാ പയപ്പാറിൽ ലോറി തെങ്ങിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് അപകടം. ഡ്രൈവർ ചിങ്ങവനം സ്വദേശി ചാക്കോ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ചിങ്ങവനം FCI ഗോഡൌണിൽ നിന്നും പോയ ലോറി. കാഞ്ഞിരം മലരിക്കൽ റോഡ് നവീകരണത്തിന് തുടക്കം. നവീകരണം 5 കോടി രൂപ മുടക്കി. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.